റിയൽ ന്യൂസ് കേരളയുടെ ഡോക്ടർ പ്ലസ് എന്ന പരിപാടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റായ ഡോക്ടർ അബ്ദുൾ ബാരിയാണ് നമ്മളോടൊപ്പം ഇന്ന് സംവദിക്കുന്നത്. ഡോക്ടർക്ക് സ്വാഗതം. കുട്ടികൾ കാണുന്ന വൈകല്യങ്ങളും അതിനുണ്ടാകുന്ന പ്രതിവിധിയുമാണ് ഇന്ന് ഡോക്ടറുമായി സംവദിക്കുന്നത്. അമിതമായി കുട്ടികൾ കാണുന്ന വികൃതി, അത് എല്ലാ രക്ഷിതാക്കളും പറയുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഡോക്ടർ ഈ ഒരു വൈകല്യം ഉണ്ടാകുന്നത് കുട്ടികളിൽ? കുട്ടികളിൽ കാണുന്ന വികൃതി മാത്രം നമുക്ക് ഒരു രോഗമായിട്ട് പലപ്പോഴും കണക്കാക്കേണ്ടി വരാറില്ല. കുട്ടികളുടെ ഒരു 2 വയസ്സ് മുതൽ ഒരു 10 വയസ്സ് വരെയൊക്കെയുള്ള പ്രായത്തിൽ കുട്ടികൾ സ്വാഭാവികമായിട്ട് വളരെയധികം വികൃതി കാണിക്കും. ആൺകുട്ടികളിലാണെങ്കിൽ കുറേ കൂടി കൂടുതലായിട്ട് കാണാം. പക്ഷേ അത് ചില കുട്ടികളിലെങ്കിലും ഈ വികൃതിയും വിരുവിരുപ്പും വളരെ കൂടുതലായിരിക്കുകയും ഇത് കാരണം കുട്ടിയെ കൈകാര്യം ചെയ്യാൻ തന്നെ വീട്ടിൽ നിന്നല്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് രക്ഷകർത്താക്കൾ കൊണ്ടുപോകാൻ പറ്റാതിരിക്കുക, സ്കൂളിൽ തന്നെ കുട്ടി അടങ്ങിയിരിക്കാതിരിക്കുക, കുട്ടി മറ്റു കുട്ടികളോടുകൂടി കളിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതൊരു വലിയ ഒരു അടിപിടിയിലോ ബഹളത്തിലോ വീഴ്ചയിലോ ഒക്കെ കലാശിക്കുക. ഇപ്രകാരം കുട്ടിയുടെ ശ്രദ്ധയും ഒക്കെ തീരെ അതിന് ശ്രദ്ധ ഒരു കാര്യത്തിലോട് മാത്രം പതിപ്പിച്ച് നിൽക്കാൻ പറ്റാതിരിക്കുകയും ശ്രദ്ധ മാറിപ്പോവുകയും അമിതമായ വികൃതിയൊക്കെ നീണ്ടു നിൽക്കുന്ന തരത്തിൽ കൊച്ചുകുട്ടികൾ കാണുന്ന ഒരു പ്രത്യേക തരം അവസ്ഥയ്ക്കാണ്, ഒരു രോഗത്തിനാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ആ ഒരു രോഗത്തെ സംബന്ധിച്ച് അത് ഒരു രോഗമായിട്ട് നമ്മൾ കണക്കാക്കണം. കുട്ടികൾ കാണുന്ന ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഡോക്ടർ, കൂടുതലും എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇത്രത്തോളം വികൃതി കൂടുതൽ കാണിക്കുന്നത്? ഇത് സാധാരണ ഒരു 2 വയസ്സ് മുതൽ ഒരു 10 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. അതിനുശേഷം ഭൂരിഭാഗം കുട്ടികളിലും ഇത് വളരെ കുറഞ്ഞ് വരികയും പിന്നീട് അവരുടെ അഡോളസൻ്റ് ഏജിലേക്ക് മാറിപ്പോവുകയും ചെയ്യുന്നത് കാണാം. ചെറിയൊരു ശതമാനം കുട്ടികളിൽ ഇത് തുടർന്ന് നിൽക്കുകയും കൗമാരപ്രായത്തിലും ഇത് തുടരുകയും പിന്നീട് ഇത് മുതിർന്നവരിലും കാണുന്ന അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി രോഗമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ ഭൂരിഭാഗം കുട്ടികളിലും 2 വയസ്സ് മുതൽ 8 വയസ്സ് വരെയൊക്കെയുള്ള പ്രായത്തിലാണ് ഇത് വലിയൊരു പ്രശ്നമായിട്ട് കണ്ടുവരുന്നത്. പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികളിലാണ് ഈ രോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഈ ഒരു രോഗം ഉണ്ടാകാനുള്ള കാരണം എന്തൊക്കെയാണ് ഡോക്ടർ? രോഗത്തിൻ്റെ മറ്റു പല നമ്മൾ മാനസികമായിട്ടുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ കുട്ടികളിൽ കാണുന്ന സ്വഭാവ പെരുമാറ്റ വൈകല്യങ്ങൾ ഇവയിലൊക്കെ കാണുന്ന പോലെ ഈ ഒരു രോഗത്തിന് നമുക്ക് വ്യക്തമായ ഒരു ഒറ്റ കാരണമായിട്ട് പറയുക സാധ്യമല്ല. തീർച്ചയായിട്ടും മസ്തിഷ്കത്തിലെ ചില പ്രത്യേക ഭാഗങ്ങളിലെ പ്രവർത്തനങ്ങളുടെ വ്യത്യാസം ഇതിനൊരു കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് ആണ് കുട്ടികളിൽ കാണുന്ന വളർച്ചയും വികാസവുമായി ബന്ധപ്പെട്ടതും സ്വഭാവ വ്യത്യാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിരവധി രോഗങ്ങൾക്ക് ഉണ്ടെങ്കിലും അവരുടെ സ്വഭാവ ദൂഷ്യം ഒക്കെ കാണുന്ന കോണ്ടക്ട് ഡിസോർഡർ ഉണ്ട്, അവർ വലിയ നിഷേധ സ്വഭാവം കാണിക്കുന്ന ഒപ്പോസിഷണൽ ബിഹേവിയറൊക്കെ ഉണ്ട്, മറ്റ് പല രോഗങ്ങളുണ്ട്. പലതിനും നമുക്ക് ബുദ്ധി വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിനൊന്നും നമുക്ക് യഥാർത്ഥത്തിൽ വലിയ ഔഷധ രൂപേണയുള്ള ചികിത്സ ലഭ്യമല്ല. എന്നാൽ ഈ രോഗത്തിന്, ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി രോഗത്തിന് ചില ഔഷധങ്ങളും വളരെ ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മസ്തിഷ്കത്തിലെ ചില പ്രത്യേക ഭാഗങ്ങളിലുള്ള വ്യതിയാനം മൂലമാണ്, വ്യത്യാസം മൂലമാണ് ഈ രോഗം കൂടുതലായിട്ട് ഉണ്ടാകുന്നതിന് ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മറ്റു പല അതിൻ്റെ വളർച്ച, വികാസം, ഗ്രഹാന്തരീക്ഷം, അതിൻ്റെ മറ്റ് ചുറ്റുപാടുകളിലുള്ള വ്യത്യാസങ്ങൾ, പാരമ്പര്യ ഘടകം, ഇങ്ങനെ പലതും ഈ രോഗത്തിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഡോക്ടർ, രക്ഷകർത്താക്കളെ സംബന്ധിച്ച് ഇതൊരു പരിധി വരെ അവർക്ക് ഇതെങ്ങനെ ഒരു കൺട്രോളിൽ എത്തിക്കാൻ പറ്റും? തൻ്റെ കുട്ടിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു വൈകല്യം ഉണ്ട് എങ്കിൽ രക്ഷകർത്താവിന് എങ്ങനെ അതൊരു പരിധി വരെ നിയന്ത്രിക്കാനാവും? അല്ല, പലപ്പോഴും ഇത്തരം കുട്ടികൾ ഭയങ്കര നോട്ടി ആയിട്ടുള്ള കുട്ടിയാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഇതൊരു നിയന്ത്രിക്കാനാവുന്നതിലധികം വലിയ വികൃതിയും ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഈ കുട്ടി തീർച്ചയായിട്ടും കൂടുതലായിട്ട് ശിക്ഷിക്കപ്പെടും. രക്ഷകർത്താക്കളാൽ ശിക്ഷിക്കപ്പെടും, അതുപോലെ തന്നെ അധ്യാപകരാലും ശിക്ഷിക്കപ്പെടും. ഒരു വളരെ കെയർലെസ് ആയിട്ട് സ്കൂളിലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യും. ഒരു പുസ്തകങ്ങളും പെൻസിലും ഒക്കെ കളഞ്ഞിട്ട് വരിക, നോട്ട് പ്രോപ്പറായിട്ട് എഴുതിയെടുക്കാതിരിക്കുക, വീട്ടിൽ വന്നാൽ ഹോംവർക്ക് ശരിയായിട്ട് ചെയ്യാതിരിക്കുക, വീട്ടിൽ വന്നാൽ തന്നെ അവിടെ നിന്ന് കുട്ടികളുമായിട്ടൊക്കെ ഇവരിങ്ങനെ ഒരു 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 കളിപ്പാട്ടം നമ്മൾ ഒരു കാറൊക്കെ കീ കൊടുത്ത് വിട്ടാൽ എങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, അതുപോലെ ഈ കുട്ടികളിങ്ങനെ
ഓടിക്കൊണ്ടേയിരിക്കും, വിരുവിരിപ്പ് ഓടിക്കൊണ്ടേയിരിക്കും. നമ്മളെടുത്ത് കക്ഷത്ത് വെച്ചാലും ആ കുട്ടി അവിടെ ഇരിക്കാൻ ഉടനെ അത് താഴെ ഇറങ്ങുകയും അത് മറ്റ് പ്രവൃത്തിയിൽ ഏർപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലൊരു നമ്മുടെ ഒരു കൺസൾട്ടേഷൻ റൂമിൽ വന്നാൽ തീർച്ചയായിട്ടും രക്ഷകർത്താക്കളുടെ നിയന്ത്രണത്തിൽ ഈ കുട്ടി നിന്നില്ലെങ്കിൽ അവർ മാക്സിമം അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. പക്ഷേ അങ്ങനെ നിന്നില്ലെങ്കിൽ ഈ കുട്ടി തീർച്ചയായിട്ടും അവിടെയൊക്കെ കയറി അല്ലെങ്കിൽ മേശപ്പുറത്തൊക്കെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ തട്ടിമറിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ രോഗത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ 2-3 ഭാഗങ്ങളിലാണ് അതിൻ്റെ രോഗലക്ഷണങ്ങൾ. അറ്റൻഷൻ ഇല്ല, അറ്റൻഷൻ ഇല്ലായ്മ ഒരു പ്രധാനപ്പെട്ട രോഗലക്ഷണമാണ്. അതിന് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ക്ലാസ്സിൽ അധ്യാപകർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഈ കുട്ടി എഴുന്നേറ്റ് നടന്നിരിക്കും, അല്ലെങ്കിൽ ഈ കുട്ടി അതിൽ നിന്ന് ശ്രദ്ധ മാറി മറ്റു കുട്ടികളെ ശല്യപ്പെടുത്തി നിന്നിരിക്കും. അറ്റൻഷൻ ഡെഫിസിറ്റ്, അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി, ഈ പറഞ്ഞ ഓവർ ആക്ടിവിറ്റി, ഒരുപാട് വികൃതിയെ കാണിക്കുക. മാത്രമല്ല ഇമ്പൾസിവിറ്റി, എടുത്ത് ചാടി എന്തെങ്കിലും ചെയ്യുന്ന ഒരു പ്രകൃതം, അത് വളരെ പ്രധാനമാണ്. ഇമ്പൾസീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇപ്പോൾ ഓരോ കുട്ടികളെ ക്യൂവിൽ നിൽക്കാൻ പറഞ്ഞാൽ ആ കുട്ടിക്ക് ക്യൂ നിൽക്കാനുള്ള ക്ഷമ ഉണ്ടാവില്ല, ക്യൂ മറികടന്ന് ഓടി വരും. അല്ലെങ്കിൽ അധ്യാപകൻ്റെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ്, ആ കുട്ടിയുടെ ടേൺ എത്തുന്നതിന് മുമ്പ് തന്നെ കുട്ടി ഉത്തരം എന്തെങ്കിലും അറിയുന്നതോ അറിയാത്തതോ ഒക്കെ വിളിച്ച് പറഞ്ഞു തന്നിരിക്കും. അപ്പോൾ ഇപ്രകാരം എല്ലാം ആ കുട്ടി അശ്രദ്ധയായിട്ടും ഇമ്പൾസീവായിട്ടും വിരുവിരിപ്പോടുകൂടിയും കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. അപ്പോൾ ഈ 3 ലക്ഷണങ്ങളും, ഈ ഇനറ്റൻഷൻ, ഈ ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റി, ഇത് 3ആണ് ഈ കുട്ടിയെ ആകെ പ്രോബ്ലത്തിലാക്കുന്നത്. ഈ കുട്ടിയുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നതല്ല ഇത്. അപ്പോൾ കുട്ടിയെ പണിഷ് ചെയ്തിട്ടും കാര്യമില്ല, എല്ലാവരും അടിയൊക്കെ കൊടുക്കും. പക്ഷേ എല്ലാവരും സ്വാഭാവികമായിട്ട് രക്ഷകർത്താക്കളെ വിളിപ്പിക്കും, നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് പക്ഷേ അടങ്ങിയിരിക്കുന്നില്ല, അടിയുടെ കുറവാണ് എന്നൊക്കെ പറയും. അധ്യാപകർ പണിഷ് ചെയ്യും, രക്ഷകർത്താക്കൾ പണിഷ് ചെയ്യും. അത് കുട്ടിക്ക് വളരെയധികം വിഷമമുണ്ടാക്കും. കുട്ടിയുടെ തന്നെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല. കുട്ടിയുടെ ബ്രെയിൻ അപ്രകാരം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഒരു പക്ഷേ ഇപ്രകാരം കുട്ടി പെരുമാറേണ്ടി വരുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു രോഗാവസ്ഥ ആയിരിക്കാം, അത് തിരിച്ചറിയുക എന്നുള്ളതാണ്. സാധാരണ ഒരു നോട്ടിനെസ്സിനപ്പുറം വികൃതി കാണിക്കുമ്പോൾ ഇത് എന്തെങ്കിലും ഒരു പ്രോബ്ലമാണോ, ഒരു പീഡിയാട്രിഷ്യനെയോ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്യാട്രിസ്റ്റിനെയോ കാണിക്കണം എന്ന് വിചാരിക്കുകയോ കാണിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഡോക്ടർ, ചില കുട്ടികൾ സ്കൂളിൽ വളരെ സൈലൻറ്റും നല്ല പഠിക്കാനും മിടുക്കരായിരിക്കും. ആ കുട്ടികൾ തന്നെ വീട്ടിൽ വരുന്ന സമയത്ത് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ മുതിർന്നവർ എന്ത് പറഞ്ഞാലും കേൾക്കാത്ത ചില അവസ്ഥയിലോട്ട് പോകുന്ന കുട്ടികളുണ്ട്. അതും ഈ ഒരു രോഗത്തിൻ്റെ കണ്ടിന്യൂഷൻ എന്ന് പറയാൻ പറ്റുമോ? ഇത് നല്ലൊരു ചോദ്യമാണ്. അതായത് ഈ ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ ശ്രദ്ധയില്ലായ്മ അല്ലെങ്കിൽ എടുത്തുചാട്ടം ഒരു സെറ്റിങ്ങിൽ മാത്രം, അല്ലെങ്കിൽ വീട്ടിൽ മാത്രം, അല്ലെങ്കിൽ സ്കൂളിൽ മാത്രം അപ്രകാരം ആകാൻ സാധ്യത തീരെ കുറവാണ്, ആകാൻ പാടില്ല. ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉള്ള കുട്ടികളിൽ ഏത് സന്ദർഭത്തിലായാലും, മൂന്നാമതൊരു വീട്ടിൽ ഒരു ചടങ്ങിന് പോകുന്ന വീട്ടിലായാലും, സ്വന്തം വീട്ടിലായാലും, സ്കൂളിലായാലും, ട്യൂഷൻ സ്ഥലത്തായാലും ഈ ശ്രദ്ധയില്ലായ്മയും അമിത വികൃതിയും ഈ എടുത്തുചാട്ടവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാ സെറ്റിങ്ങിലും അത് കാണും. ഒരുപക്ഷെ ഇപ്പോൾ സൂചിപ്പിച്ച വീട്ടിലെ അനുസരണക്കേട് ഒരുപക്ഷെ അത് ചെറിയ ഹൈപ്പർ ആക്ടിവിറ്റി കാണാം, പക്ഷേ അനുസരണക്കേട് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാകാം. നമുക്കതിനെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ നമുക്ക് വിളിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഈ രോഗലക്ഷണങ്ങൾ എല്ലാ സെറ്റിങ്ങിലും അല്ലെങ്കിൽ എവിടെയായാലും ഈ കുട്ടിക്ക് അത് നിയന്ത്രിക്കാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ്. ഡോക്ടർ, ഈ ഒരു വികൃതി മാറുവാനുള്ള ചികിത്സയുടെ ഭാഗമായിട്ട് എന്താ പറയാനുള്ളത്? കുട്ടികളിൽ കാണുന്ന പല പ്രോബ്ലംസും പല പ്രശ്നങ്ങളും ഒരു രോഗം മാത്രമായിരിക്കും കൊള്ളണമെന്നില്ല. ഒരു കുട്ടിക്ക് ഈ പറഞ്ഞ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ലക്ഷണങ്ങളൊക്കെ കാണും. അതേസമയം തന്നെ അതിന് അല്പം ബുദ്ധി കുറവ്, ഒരു ഇൻ്റലക്ച്വൽ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കാം. അതേസമയം തന്നെ കുറച്ചൊരു അനുസരണക്കേടും ഒരു സ്വഭാവത്തിലുള്ള ഒരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്നിരിക്കാം. ചിലപ്പോൾ അതിന് മറ്റ് ഫിറ്റ് വരിക, അത്തരം രോഗങ്ങളുണ്ടാകാം. ചിലപ്പോൾ മറ്റെന്തെങ്കിലും രോഗങ്ങളുണ്ടാകും. അപ്പോൾ ഈ പല സന്ദർഭത്തിലും പല കുട്ടികളിലും പല രോഗങ്ങളുടെയും ഒരു മിക്സ്ചർ, പല രോഗങ്ങളുടെയും ഭാഗങ്ങൾ ഒരു കുട്ടി തന്നെ കണ്ടെന്ന് വരാം. അപ്പോൾ ഇത് രോഗം തിരിച്ചറിയുക, അത് വ്യവച്ഛേദിച്ച് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന് കുട്ടിക്ക് ഉണ്ടെന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അത് തീർച്ചയായിട്ടും ഈ കാണുന്ന ചികിത്സകർ തന്നെ, അത് പീഡിയാട്രിഷ്യനോ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ അവർ കാണുമ്പോഴത്തേക്ക് ഈ രോഗാവസ്ഥ തിരിച്ചറിയുകയും ഏതിനാണ് പ്രാമുഖ്യം, ഏതൊക്കെയാണ് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ചോദ്യം ചികിത്സയെ പറ്റിയായിരുന്നു. അപ്പം ഇതിന് ഇത്തരം കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിൽ ഒന്ന് രക്ഷകർത്താക്കൾക്ക് വലിയ പങ്കുണ്ട്, അധ്യാപകർക്ക് വലിയ പങ്കുണ്ട്, കുട്ടികളിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ 3 ഭാഗത്തും നമുക്ക് ഓരോ ഇടപെടൽ നടത്തേണ്ടിയിരിക്കുന്നു. രക്ഷകർത്താക്കൾക്ക് ഈ രോഗത്തെപ്പറ്റി ശരിയായ ധാരണ കൊടുക്കണം. കുട്ടി അഹങ്കാരം കൊണ്ടോ ധിക്കാരം കൊണ്ടോ കാണിക്കുന്നതല്ല,
ഇതിന് ഇപ്രകാരമുള്ള ഒരു ഹൈപ്പർ ആക്റ്റീവ് ബ്രെയിനാണ്. അപ്പോൾ അതിന് ചില ഔഷധങ്ങളൊക്കെ ചില വേണ്ടി വരും. അപ്പോൾ അതിന് തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ മെച്ചപ്പെട്ട സ്വഭാവത്തിലെ മെച്ചപ്പെട്ട ഗുണങ്ങൾ അംഗീകരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയും മോശപ്പെട്ട ഒരു സ്വഭാവ വിശേഷം കാണിക്കുമ്പോഴത്തേക്ക് അതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് രക്ഷകർത്താക്കളിലൂടെയാണ് നമ്മൾ നടപ്പാക്കുക. കുട്ടി 5 മിനിറ്റ് ഒരിടത്ത് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നു. അങ്ങനെ ഇരിക്കാൻ പറ്റിയാൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇപ്പം നല്ലപോലെ ഇരിക്കാൻ പറ്റി, ഡോക്ടറെ അടുത്ത് പോയപ്പോൾ നീ അവിടെ കൺസൾട്ടേഷൻ റൂമിൽ അവിടെ തന്നെ ഇരുന്നു, നന്നായിട്ട് വെൽ ബിഹേവ്ഡ്, വെരി ഗുഡ്, നിനക്ക് അതിനൊരു അപ്രീസിയേഷൻ തരുന്നുണ്ട്, ഒരു സമ്മാനം തരുന്നുണ്ട്. ഇപ്രകാരം അഭിലഷണീയമായിട്ടുള്ള സ്വഭാവങ്ങൾ കാണിക്കുമ്പോൾ കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരിക്കലും മടിക്കാതിരിക്കുകയും മറക്കാതിരിക്കുകയും. ഇത് നമ്മുടെ രക്ഷകർത്താക്കളുടെ എല്ലാം കുഴപ്പമാണ്. എല്ലാവരും കുഴപ്പം കണ്ടാൽ കുറ്റം പറയും, പഠിച്ചില്ലെങ്കിൽ അടിക്കും, ബഹളം ഉണ്ടാക്കി അടി കൊടുക്കും. പക്ഷേ നല്ലത് ചെയ്താൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ്. അത് കുട്ടിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അപ്പോൾ അപ്രകാരമുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് ചില സന്ദർഭങ്ങളിലും നെഗറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ന് നീ ഇന്ന കാര്യങ്ങൾ പറഞ്ഞ പോലെ ചെയ്തില്ല, അല്ലെങ്കിൽ അനുസരിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പെരുമാറിയില്ല, ഇന്ന ആനുകൂല്യം ഞാൻ ഇന്ന് നിനക്ക് തരില്ല എന്ന് കട്ട് ചെയ്യുന്നു. സോ ആ രീതിയിൽ ഈ രോഗത്തെക്കുറിച്ച് ഉള്ള പ്രാഥമിക വിവരങ്ങൾ അവർക്ക് അറിവുള്ളിടത്തോളവും അവരുടെ വിദ്യാഭ്യാസ ലെവൽ അനുസരിച്ചും രക്ഷകർത്താക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും അവരൊക്കെ ശരിയായ ചികിത്സ എടുക്കണമെന്നുള്ള കാര്യമൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും കുട്ടിയിൽ കാണുന്ന കുട്ടിക്ക് നമുക്ക് ആവശ്യമായ രീതിയിലുള്ള സ്വഭാവ വിശേഷങ്ങൾ കാണിക്കുമ്പോൾ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാനും അല്ലാത്ത തരത്തിൽ വരുമ്പോൾ അതിനെ നമുക്ക് കുറയ്ക്കാനുമുള്ള രീതിയിലുള്ള ബിഹേവിയറൽ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടുള്ള സ്വഭാവ രൂപീകരണ തത്വം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ രക്ഷകർത്താക്കൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. കുട്ടിയെ സംബന്ധിച്ചും തീർച്ചയായിട്ടും കുട്ടിയോട് നമ്മൾ കളികളിലൂടെയൊക്കെയാണ് കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന പലപ്പോഴും ചികിത്സകർ ഇൻട്രാക്ട് ചെയ്യും. കുട്ടിയെ ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയും കുട്ടിയെ ശരിയായ അസസ്മെൻറ്റ്, അതിൻ്റെ ബുദ്ധിശക്തി, അതിൻ്റെ മറ്റെന്തെങ്കിലും രോഗങ്ങളിൻ്റെ കൂടെ ഉണ്ടോ, മറ്റെന്തെങ്കിലും ഹൈപ്പർ ആക്ടിവിറ്റിക്ക് കാരണമായിട്ട് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ, എന്തെങ്കിലും ഔഷധങ്ങൾ കഴിക്കുന്നുണ്ടോ, വേറെന്തെങ്കിലും രോഗങ്ങളുണ്ടോ, ചികിത്സിക്കാവുന്ന മറ്റ് ശാരീരിക രോഗങ്ങളുണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. കുട്ടിയെ അലോസരപ്പെടുത്തുന്ന മറ്റെന്തെങ്കിലും ഉണ്ടോ, കുട്ടി വീട്ടിൽ വേറെന്തെങ്കിലും ഹരാസ്മെൻറ്റ് അനുഭവിക്കുന്നുണ്ടോ, അതിൻ്റെ റിയാക്ഷനാണോ ഇത്, വീട്ടിലെ സാഹചര്യം എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കേണ്ടതുണ്ട്. പലപ്പോഴും കുട്ടികളുടെ പ്രോബ്ലംസായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും രക്ഷകർത്താക്കളുടെയും വീട്ടിലെ ഗ്രഹാന്തരീക്ഷം നമ്മൾ എന്താണെന്ന് നോക്കേണ്ടതുണ്ട്. അവിടെ ഒരു പക്ഷേ ടോട്ടലി അത്ര സുഖകരമല്ലാത്ത അന്തരീക്ഷമായിരിക്കാം അച്ഛനും അമ്മയും തമ്മിൽ, അതിനിടയിലായിരിക്കും കുട്ടിയുടെ ഒരു സ്ട്രഗ്ലിംഗ് ഒക്കെ. അപ്പോൾ അത് എപ്പോഴും നമ്മൾ അസസ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഭാഗ്യവശാൽ ഈ ഒരു രോഗം അസസ് ചെയ്ത് രോഗമാണെന്ന് നമ്മൾ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ രക്ഷകർത്താക്കൾക്കുള്ള ആ ക്ലാസ്സും കൗൺസിലിങ്ങും അധ്യാപകർക്ക് തീർച്ചയായിട്ടും ഇത് ഇങ്ങനൊരു പ്രോബ്ലമുള്ള കുട്ടിയാണ്, ഈ കുട്ടിയെ ഒരു പക്ഷേ ഏറ്റവും പുറകിലത്തെ സീറ്റിലേക്ക് ഇരുത്തിയാൽ കുട്ടി തീർച്ചയായിട്ടും ടോട്ടലി വികൃതിയിലിട്ടങ്ങ് പോകും. കുട്ടിയെ ഒരു പക്ഷേ ഫ്രണ്ട് ബെഞ്ചിലേക്ക് ഇരുത്തിയാൽ അധ്യാപകരുടെ കുറേക്കൂടെ ഒരു നോട്ടം കിട്ടും, കുട്ടിക്ക് കുറേക്കൂടെ ഒരു കൺട്രോൾ അതിനകത്ത് വരുത്താനായിട്ട് ഒരു പക്ഷേ പറ്റും. കുട്ടിയെ ഏറ്റവും വശത്തെ സീറ്റിലിരുത്തിയാൽ കുട്ടി എപ്പോഴും ശ്രദ്ധ മാറി വെളിയിലേക്കെല്ലാം നോക്കിക്കൊണ്ടിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കുട്ടിക്ക് സീറ്റ് എവിടെ ഇരുത്തണം എന്നുള്ളത് മറ്റു കുട്ടികളുമായിട്ട് അതിൻ്റെ അടുത്തിരുത്തുന്ന കുട്ടികൾ ഏത് തരത്തിലുള്ള കുട്ടികളായിരിക്കണം, അവർ കൂടുതലായിട്ട് ഈ കുട്ടികളുമായിട്ട് ശല്യം ഉണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനും അനുവദിക്കാതിരിക്കുന്ന തരത്തിലുള്ള. അപ്പോൾ അപ്രകാരം കുട്ടിയുടെ രോഗാവസ്ഥയെക്കുറിച്ച് ഒരു പ്രാഥമിക ധാരണ അധ്യാപകനും ഉണ്ടായിരിക്കണം. അപ്പോൾ കുട്ടിയെ ക്ലാസ്സിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അധ്യാപകർക്ക് അറിയാൻ പറ്റും. ആവശ്യമില്ലാതെ അടി കൊടുക്കുക, അവൻ ശ്രദ്ധയില്ല എന്ന് പറഞ്ഞാൽ അവന് ശ്രദ്ധയില്ല, അത് അവൻ്റെ ഒരു കുഴപ്പമില്ല. അപ്പോൾ അപ്രകാരം അവനെ ശിക്ഷിക്കാതിരിക്കുക, അതേസമയം അവൻ്റെ നല്ല പ്രവൃത്തികളെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും മോശപ്പെട്ട പ്രവൃത്തികളെ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ട്. കുട്ടികളിൽ തീർച്ചയായിട്ടും കുട്ടികളെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന കുട്ടികളുടെ സൈക്കോളജിസ്റ്റുമാരൊക്കെ ഉണ്ട്, അവർ കാണുകയും കുട്ടിക്ക് വേണ്ടുന്ന ചികിത്സ ആ രീതിയിലുള്ള ഈ പറഞ്ഞ ബിഹേവിയർ പ്രിൻസിപ്പിൾ പാരൻസിന് ആവശ്യമായ ട്രെയിനിങ് കൊടുത്ത് പാരൻസിന് ട്രെയിൻഡ് ആയിക്കഴിഞ്ഞാൽ കുട്ടികളിൽ സ്വഭാവ വ്യത്യാസം വരുത്താനായിട്ട് പാരൻസിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ചികിത്സയുടെ ഒരു തത്വം. കുട്ടികളിൽ സ്വഭാവ വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് പാരൻസിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ചില ഔഷധങ്ങളും ഇതിന് വളരെ ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. ബ്രെയിനിൽ സ്റ്റിമുലൻസ് ആയിട്ടുള്ള ചില മീത്തൈൽഫെനിഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഔഷധമുണ്ട്. നോൺ സ്റ്റിമുലൻ്റ് ആയിട്ടുള്ള അറ്റോമോക്സിറ്റീൻ എന്ന് പറഞ്ഞിട്ട് മരുന്ന് ഔഷധം ഇന്ന് ലഭ്യമാണ്. വേറെയും ചില ഔഷധങ്ങൾ, ക്ലോണിഡീൻ, ചില ആൻറ്റി എപ്പിലെപ്റ്റിക് മരുന്നുകൾ, ഇത്തരം ഔഷധങ്ങളൊക്കെ ആവശ്യാനുസരണം രോഗിക്ക് ആവശ്യമെന്ന് കണ്ടാൽ അതിൻ്റെ ശരിയായ രീതിയിൽ ഡോക്ടർമാർ ഈ കുട്ടിക്ക് കൊടുക്കുന്നതാണ്. ഒരു പ്രായം കഴിയുമ്പോൾ ഭൂരിഭാഗം കുട്ടികളിലും ഇത് മാറി പോകുന്നത് കാണാം.
ഡോക്ടർ, അപ്പോൾ ഈ കുട്ടികളിൽ കാണുന്ന വികൃതിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ ഡോക്ടർ അതിൻ്റെ പ്രതിവിധി പറഞ്ഞു. ഇപ്പോൾ ഔഷധങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് പാരൻസ്, ടീച്ചേഴ്സ്, അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒക്കെയാണ്. മാനസികപരമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് നമ്മുടെ രക്ഷിതാക്കളോട് അല്ലെങ്കിൽ അധ്യാപകരോട് ഡോക്ടർക്ക് എന്താ പറയാനുള്ളതെന്നും കൂടെ? അല്ല, ഇത്തരം അമിത വികൃതിയുള്ള കുട്ടികളെ നമുക്ക് ചുറ്റും, നമ്മുടെ വീടുകളിലും നമുക്ക് ചുറ്റും അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലൊക്കെ നമുക്ക് കാണാം. അത്തരം കുട്ടികളെ അവരത് മനഃപൂർവ്വം കാണിക്കുന്നതാണ് എന്ന് കരുതി അവരെ ശിക്ഷിക്കുകയും അല്ലെങ്കിൽ അവരെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടുകയും ചെയ്യാതെ യഥാസമയം അതൊരു പ്രോബ്ലമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള പീഡിയാട്രീഷ്യനെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ സമീപിച്ച് കുട്ടിയുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചാൽ ഈ ഡോക്ടർ അല്ലെങ്കിൽ ഈ ചികിത്സകർ അവരെ ശരിയായ രീതിയിൽ അസസ് ചെയ്യുകയും അതിന് ചികിത്സ ആവശ്യമാണെന്ന് കണ്ടാൽ അതിനുവേണ്ട ചികിത്സ നൽകുകയും അധ്യാപകരും രക്ഷകർത്താക്കളും ഒക്കെ പാലിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള കാര്യങ്ങൾ പാലിച്ച് കുട്ടികളിൽ വേണ്ട സ്വഭാവ വ്യത്യാസങ്ങൾ നമുക്ക് വരുത്താനും ഈ ഹൈപ്പർ ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവിനൊക്കെ കുറവ് വരുത്താനും അങ്ങനെ കുട്ടിയുടെ പഠനത്തിലൊക്കെ നമുക്ക് കുറേ കൂടി മെച്ചം വരുത്താനും കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ കുട്ടിക്ക് പഠനമായിട്ട് മുന്നോട്ട് പോകാനും കുട്ടിയെ കൈകാര്യം ചെയ്യാൻ രക്ഷകർത്താക്കൾക്കും ഒരുപക്ഷെ കുറേ കൂടി മെച്ചപ്പെട്ടൊരവസ്ഥയിൽ കുട്ടിയെ ലഭിക്കുകയും ചെയ്യും. നേരത്തെ എല്ലാ രോഗത്തെയും പോലെ തന്നെ നേരത്തെ തന്നെ നമ്മൾ ഇടപെടുകയും അതിന് വേണ്ടുന്ന ചികിത്സയും ചെയ്യുന്നത് കുറച്ചുകൂടി നല്ല ഗുണം കിട്ടാനായിട്ട് സഹായിക്കും. ഇത്രയും നേരം നമ്മളുമായി സംബന്ധിച്ചത് ഡോക്ടർ അബ്ദുൽ ബാരിയാണ്. പുതിയൊരു എപ്പിസോഡിലൂടെ വീണ്ടും നമുക്ക് കാണാം. നന്ദി ഡോക്ടർ.